സ്ട്രക്ചർ ഓഫ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സ് ഇൻ കേരള. കേരളത്തിലെ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എത്ര ടയർ സ്ട്രക്ചറിലാണെന്നാണ് ചോദ്യം. കേരളത്തിലെ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ 2 ടയർ സ്ട്രക്ചറാണ്. ഇന്ത്യയിലാണെങ്കിൽ 3 ടയറാണ്, 3 ടയറാണ്. നോക്കാം, നമുക്കിതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് റൂൾ 15 സബ് റൂൾ 1A പ്രകാരമാണ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതാണ്? റൂൾ 15 സബ് റൂൾ 1A പ്രകാരം മെൻഷൻഡ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യയിലാണെങ്കിൽ എത്ര ടയറാണ്? 3 ടയർ സ്ട്രക്ചറാണ്. ഈ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജന്മദേശം അഥവാ ബർത്ത് പ്ലേസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇംഗ്ലണ്ടാണ്. കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും സഹകരണ പ്രസ്ഥാനങ്ങളുടെയും ജന്മദേശവും എവിടെയാണ്? ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇന്ത്യയിൽ 3 ടയർ സ്ട്രക്ചറാണ്, കേരളത്തിലെ 2 ടയറിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജന്മദേശം ഇംഗ്ലണ്ടാണ്. ദെൻ നോക്കിക്കേ, there is no cooperative housing societies in Travancore, Cochin state at that formation of Kerala state. കേരള സംസ്ഥാനം രൂപം കൊള്ളുന്ന സമയത്ത് ഒരു ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളോ ഒന്നും തന്നെ ട്രാവൻകൂർ, കൊച്ചിൻ സംസ്ഥാനത്തില്ലായിരുന്നു. ദെൻ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി കേരളത്തിൽ വന്നത് കണ്ണൂരാണ്. ഫസ്റ്റ് ഹൗസിംഗ് സൊസൈറ്റി ഇൻ കേരള, കണ്ണൂർ. ദെൻ ദ ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇന്ത്യയിൽ വന്നത് സരസ്വത് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി. എവിടെയാണ്? ബോംബെയിൽ 1904. 1904 എന്തായിരുന്നു? 1904 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ആദ്യത്തെ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904. പിന്നെ അതിൻ്റെ ഡീമെറിറ്റ്സുകളെ എല്ലാം മാറ്റിക്കൊണ്ട് 1912 ആക്ട് വന്നു. പക്ഷേ 1904 ആക്ട് ഓർത്ത് വച്ചേക്കുക. ദെൻ 1905 അപ്പം സരസ്വത് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ബോംബെയിൽ വന്നതാണ് ആദ്യത്തെ കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ഇന്ത്യയിൽ വന്നത്. അപ്പോൾ ഇന്ത്യയിൽ വന്ന ആദ്യത്തെ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സരസ്വത് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എവിടെ വന്നു? 1905 1905 ബോംബെയിൽ വന്നു. കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നോൺ അഗ്രികൾച്ചറൽ, കൃഷിയുമായി ബന്ധപ്പെട്ടതല്ലോ, നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയുടെ കാറ്റഗറിയിലാണ് വരുന്നത്. വായ്പ കൊടുക്കുന്ന സംഘങ്ങളാണ് നോൺ അഗ്രികൾച്ചറൽ, കാർഷികേതര വായ്പാ സംഘങ്ങൾ. കാർഷികമല്ല, കാർഷികേതര, നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സെക്ടറിൻ്റെ അണ്ടറിലാണ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ വരുന്നത്. ഓക്കെ ആണ്, ഡൗട്ടില്ല. അപ്പം നമ്മൾ എന്തു പറഞ്ഞത്? ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇന്ത്യയിൽ 3 ടയർ സ്ട്രക്ചറാണെന്നും കേരളത്തിൽ 2 ടയർ സ്ട്രക്ചറാണെന്നും പിന്നെ പണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ്, അതായത് ട്രാവൻകൂർ, കൊച്ചിൻ സ്റ്റേറ്റ് വന്ന സമയത്തൊന്നും കേരളത്തിലെ ഹൗസിംഗ് സൊസൈറ്റികൾ ഇല്ലായിരുന്നു. ആദ്യത്തെ കേരളത്തിൽ വന്നത് കണ്ണൂർ ജില്ലയിലാണ്. ദെൻ അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സരസ്വത് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയാണ്. 1904 ആണ് അതിൻ്റെ വർഷം. ഓക്കെയാണ്. ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സെക്ടറിൻ്റെ അണ്ടറിലാണ് വരുന്നത്. നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സെക്ടർ അല്ലെങ്കിൽ നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കാറ്റഗറിയിൽ വന്നതാണ് ഇത് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ. ഓക്കെയാണ്. ദെൻ അടുത്തത്, ഹൗസിംഗ് സൊസൈറ്റീസ് ആർ ഫോംഡ് എയ്തർ ഫോർ സെക്യൂറിംഗ് ഓണർഷിപ്പ് ഓഫ് എ ഹൗസ്, ഫോർ ഒബ്റ്റൈനിങ് അക്കോമഡേഷൻ അറ്റ് എ ഫെയർ റീസണബിൾ റെൻറ്റ്. ഒന്നുകിൽ ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ഒന്നുകിൽ എങ്ങനെയാണ്, നമ്മൾ വീട് വാടകയ്ക്ക് കൊടുത്ത് വരുമാനം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട് വെച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് ലോൺ കൊടുക്കുന്നു. അതാണല്ലോ അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ദെൻ മേജർ ഫിനാൻസ് ഫ്രം ഹൗസിംഗ് സൊസൈറ്റികൾ ആർ LIC, HUDCO, നാഷണൽ ഹൗസിംഗ് ബാങ്ക്. നാഷണൽ ഹൗസിംഗ് ബാങ്കും LICയും HUDCOയും ഒക്കെയാണ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഹൗസിംഗ് കോഓപ്പറേറ്റീവ്സിന് ആവശ്യമായ ഫണ്ടുകൾ കൊടുക്കുന്നത്. ദെൻ അതുപോലെ തന്നെ അക്കോർഡിംഗ് ടു ICA, കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് എൻവിസേജസ് ദ കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അതായത് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിളായ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന പ്രിൻസിപ്പിളിൽ പ്രവർത്തിക്കുന്നതാണ് ആര്? കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റികൾ. ദെൻ അതുപോലെ പ്രോബ്ലം എന്തൊക്കെയായിരിക്കും? ഹൗസിംഗ് സൊസൈറ്റികൾ നേരിടുന്ന പ്രോബ്ലം
നമ്മുടെ ഈ കേരളത്തിലെ ഹൗസിംഗ് സൊസൈറ്റികളെല്ലാം തന്നെ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ കാര്യം എന്താ? കൂടുതൽ പേരും ലോൺ എടുത്തു കഴിഞ്ഞാൽ പൈസ തിരിച്ചടയ്ക്കത്തില്ല, ഓവർ ഡ്യൂ ആയിട്ട് കിടക്കും. അതാണ് പറയുന്നത്. ഇനാഡിക്വസി ഓഫ് ഫിനാൻസ്, സ്കേഴ്സിറ്റി ഓഫ് ലാൻഡ്, പിന്നെ ലാൻഡിൻ്റെ സ്കേഴ്സിറ്റി ഉണ്ട്. ദെൻ ലാൻഡിന് വില കൂടുതലാണ്. ദെൻ പിന്നെ ഫിനാൻസിന് ആഡിക്വസിയിൽ കറക്റ്റ് സമയത്ത് ഫിനാൻസ് കിട്ടത്തില്ല. ഇതെല്ലാം തന്നെ ഇവരനുഭവിക്കുന്ന ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. ഹൗസിംഗ് കോപ്പറേറ്റീവ്സിന് ആവശ്യമായ ഫണ്ടുകൾ കൊടുക്കുന്ന ആരൊക്കെയാണ്? ഹഡ്കോ കൊടുക്കും, LIC കൊടുക്കും, നാഷണൽ ഹൗസിംഗ് ബാങ്ക് കൊടുക്കും, NHB കൊടുക്കും. ഓക്കെ, NHB വന്ന വർഷം എന്നാ? 88. ദെൻ ഈ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രിൻസിപ്പിൾ എന്താണ്? കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി. അതാണ് അക്കോർഡിംഗ് ടു ICA കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് envisages the cooperative principle concern for community. ഓക്കെ ആണേ. ദെൻ അടുത്തത് ഇനി കേരള കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ, ഹൗസ് ഫെഡ്. കേരള കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഹൗസ് ഫെഡ് വന്ന വർഷം 70 ആണ്. 1970 ഏപ്രിൽ 23 ഏപ്രിൽ 23, 1970 ഏത് വന്നത്? ഹൗസ് ഫെഡ് വന്നത്. കേരളത്തിൽ 2 ടയർ ആണ്. ഇതാണ് നമ്മുടെ ചോദ്യം. ഇതായിരുന്നു നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചത്. 2 ടയർ ആണ്. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 24/9/1970 ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. കേട്ടല്ലോ? 24/9/1970 സെപ്റ്റംബർ 24 ഒരു ചിങ്ങമാസത്തിൽ. ഈ സെപ്റ്റംബർ മാസമാണല്ലോ കൂടുതൽ ഓണം വരുന്നത്. അതാലോചിക്കുക. അപ്പോഴും നമ്മൾ വീട് പാല് കാച്ചുന്നത് ഓണത്തിനാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പം സെപ്റ്റംബർ 24, 1970 ഇത് പ്രവർത്തനം തുടങ്ങി. അങ്ങനെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹൗസിംഗ് കോപ്പറേറ്റീവ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളമാണ്. എന്നാൽ മത്സ്യഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മത്സ്യഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? തിരുവനന്തപുരം. ദെൻ ഹൗസ് ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? എറണാകുളം. ഓക്കെ, ഹോസ്പിറ്റൽ ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. ഓക്കെ, ഏരിയ ഓഫ് ഓപ്പറേഷൻ എറണാകുളമാണ് കേട്ടോ. ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഹൗസ് ഫെഡിൻ്റെയും ഹോസ്പിറ്റലിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? എറണാകുളമാണ്. മത്സ്യഫെഡ് 1984 വന്ന മത്സ്യഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. ദെൻ പോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ പ്രവർത്തന പരിധിയുണ്ട് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക്. ദെൻ ദ മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു ആൾ പ്രൈമറി. അതായത് ഈ ഹൗസ് ഫെഡ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ 70 വന്ന ഹൗസ് ഫെഡ് എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റിയിലെയും, സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റിയുടെയും ഫെഡറേഷനാണ്. ഓക്കെ, ദെൻ അതുപോലെ ദ മെമ്പർഷിപ്പ് ഓപ്പൺ ടു ആൾ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് ഇൻ ദ സ്റ്റേറ്റ്. സംസ്ഥാനത്തിലുള്ള എല്ലാ ഹൗസിംഗ് സൊസൈറ്റീസിനും മെമ്പർഷിപ്പ് ഉണ്ട്. എവിടെ? ഹൗസ് ഫെഡിൽ. എന്ന് വന്നു? എന്നാണ് വന്നത്? 1970 ഏപ്രിൽ 23 ഹൗസ് ഫെഡ് വന്നത്. പ്രവർത്തനം തുടങ്ങിയതോ സെപ്റ്റംബർ മാസം 24 പ്രവർത്തനം തുടങ്ങി 1970. ഓക്കെ, എല്ലാ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റികളും ഹൗസ് ഫെഡിൽ മെമ്പേഴ്സാണ്. ഓക്കെ ആണേ. ഇത്രയും കാര്യങ്ങൾ. കേരളത്തിൽ എത്ര ടയറിൽ പ്രവർത്തിക്കുന്നു? 2 ടയറിൽ പ്രവർത്തിക്കുന്നു. ഇന്ത്യയിലാണെങ്കിൽ 3 ടയറിലാണ്. ദെൻ എപ്പോഴും ചോദിക്കുന്ന CSEBയുടെ കുറച്ച് ഇഷ്ട ചോദ്യങ്ങളാണ് ഇത്തരം ചോദ്യങ്ങൾ. നോക്കിക്കേ, കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അപ്രൂവ്ഡ് ടൈപ്പ് ഡിസൈൻ പ്രൊവൈഡഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് ലാൻഡ് ഓൺഡ് ബൈ ദ മെമ്പേഴ്സ് ആൻഡ് ദംസെൽസ് കൺസ്ട്രക്ട് ഹൗസസ്. അതായത് ഈ നമുക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഉള്ളവര് സൊസൈറ്റി എന്താണ് അപ്രൂവ്ഡ് ടൈപ്പ് ഡിസൈൻ, നമ്മൾ പിന്നെ സൊസൈറ്റി അപ്രൂവ് ചെയ്യുന്ന ഡിസൈന് ഇത്ര സ്ക്വയർ ഫീറ്റിലെ വീട്, അതിൽ കൂടുതലൊന്നും പറ്റത്തില്ല. ഇപ്പം 60 ലക്ഷത്തിൻ്റെ ഒന്നും വീട് അല്ലെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊന്നും ലോണൊന്നും നമ്മുടെ ഈ ടൈപ്പ് ഏതാണ് കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി കൊടുക്കത്തില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും CSEB ചോദിക്കുന്നത്. ഇപ്രാവശ്യം അവർ ചോദിച്ചില്ല. നോക്കിക്കേ, അപ്രൂവ്ഡ് ടൈപ്പ് ഡിസൈൻ പ്രൊവൈഡഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് ദ ലാൻഡ് ഓൺഡ് ബൈ ദ മെമ്പേഴ്സിന് ലാൻഡ് സ്വന്തമായിട്ടുണ്ടാകണം. ആൻഡ് ദംസെൽസ് കൺസ്ട്രക്ട് ഹൗസ്, സ്വന്തമായിട്ടുണ്ടാവണം, അവർ തന്നെ വീട് വെക്കണം, അവർക്ക് ആവശ്യമായ ഫണ്ടുകൾ സൊസൈറ്റി തരും. ദെൻ ദ ഓണർഷിപ്പ് ഓഫ് ദ ഹൗസ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിന് ആയിരിക്കും.
അതായത് എൻ്റെ പേരിൽ കുറച്ച് വസ്തു ഉണ്ട്, അപ്പോൾ എനിക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് വീട് വേണമെന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു സൊസൈറ്റിയിൽ. അപ്പോൾ സൊസൈറ്റി എനിക്ക് ഫണ്ട് തരുന്നു, ലോണായിട്ട് തിരിച്ചടയ്ക്കണം, ലോണായിട്ട് തരുന്നു. ഓക്കെ, വസ്തു എൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ ഹൗസിൻ്റെ ഓണർഷിപ്പ് ആരുടെ പേരിലായിരിക്കും? എൻ്റെ പേരിൽ തന്നെ ആയിരിക്കും. ദെൻ അതുപോലെ ഡിസൈൻ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസൈൻ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്കാണ്, ഡിസൈൻ ചെയ്യുന്നത് സൊസൈറ്റി ആയിരിക്കും. ദെൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ മെമ്പർ ആയിരിക്കും, സൊസൈറ്റി ആയിരിക്കും ഫണ്ട് തരുന്നത്. ഡിസൈനും ഫണ്ടും ഞാൻ തരും, പക്ഷേ നിങ്ങൾ ലോൺ തിരിച്ചെനിക്ക് അടച്ചു തന്നാൽ മതി. ഓക്കെ ആണേ. ദെൻ അടുത്തത് കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. നോക്കിക്കേ, കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അപ്രൂവ് ടൈപ്പ് ഡിസൈൻ ഈസ് പ്രൊവൈഡഡ് ബൈ ദ സൊസൈറ്റി ആൻഡ് ദ ലാൻഡ് ഈസ് ഓൺഡ് ബൈ ദ മെമ്പേഴ്സ് ആൻഡ് സൊസൈറ്റി കൺസ്ട്രക്റ്റഡ് ഹൗസ്. നേരത്തെ നമ്മൾ തന്നെ കൺസ്ട്രക്ട് ചെയ്യുമെന്നായിരുന്നു പറഞ്ഞ് ലോണ് സൊസൈറ്റി വരും. ഇപ്പം അങ്ങനെയല്ല, നമുക്ക് സ്വന്തമായിട്ട് വസ്തുവുണ്ട്, അത് വീട് വെച്ച് തരുന്നതും ആരാണ്? വീട് വെച്ച് തരുന്നതും സൊസൈറ്റിയാണ്, ലോൺ തരുന്നതും സൊസൈറ്റിയാണ്. വീട് ഡിസൈൻ ചെയ്യുന്നതും കൺസ്ട്രക്ട് ചെയ്ത് തരുന്നതും സൊസൈറ്റിയാണ്. വീട് സ്വന്തം പേര് കിട്ടും. ഓക്കെ, ലോണ് തിരിച്ചങ്ങ് അടച്ചോണ്ടേച്ചാൽ മതി. എന്താണ് സൊസൈറ്റിയുടെ പേര്? കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി. ഇതിനടുത്തത് കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി. ഹൗസ് കൺസ്ട്രക്ഷൻ നോക്കിക്കേ, സൊസൈറ്റിയുടെ പേരിലുള്ള വസ്തു പൈസ സൊസൈറ്റി കൊടുക്കും, കൺസ്ട്രക്ഷനും സൊസൈറ്റി. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്വന്തം പേരിലുള്ള വസ്തുവിനകത്ത് സൊസൈറ്റി വീട് വെച്ച് കൊടുക്കും. ഓക്കെ, സൊസൈറ്റിയുടെ പേരിലുള്ള വസ്തുവിൽ സൊസൈറ്റി വീട് വെച്ച് കൊടുക്കും. എന്നിട്ട് നമ്മളത് നമുക്ക് വാങ്ങാൻ പറ്റും. വാങ്ങിയിട്ട് ലോണായിട്ട് നമ്മൾ പതുക്കെ പൈസ അടച്ചത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പേരിലേക്ക് അത് ആ വീടും വസ്തുവും കൂടി സൊസൈറ്റി എഴുതി തരും. ഓക്കെ, ദെൻ അടുത്തത് ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി. എന്താണ് ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി? എന്താണ്? ലാൻഡ് സൊസൈറ്റിയുടെയാണ്, കൺസ്ട്രക്ട് ചെയ്യുന്നതും സൊസൈറ്റി തന്നെയാണ്. സൊസൈറ്റിയുടെ വസ്തുവിൽ സൊസൈറ്റി വീട് വെക്കുന്നു. അതായത് സൊസൈറ്റി അക്വയർ ലാൻഡ് കൺസ്ട്രക്ട് സൊസൈറ്റീസ് അലോട്ട് ദ മെമ്പേഴ്സ് ഓൺ റെന്റ്. വാടകയ്ക്ക് കൊടുക്കുന്നു. നമ്മളിപ്പം വേറെ ഒരാളുടെ വീട്ടിൽ പോയി വാടകയ്ക്ക് താമസിക്കുന്നതാണെങ്കിൽ സൊസൈറ്റി വാടകയ്ക്ക് കുറേ വസ്തുക്കൾ വീട് വെച്ചിട്ടിട്ടുണ്ട്. ആ വീട്ടിൽ പോയി നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നു. റെൻ്റ് ആർക്ക് കൊടുക്കും? സൊസൈറ്റിക്ക് കൊടുക്കും. സൊസൈറ്റിക്ക് ഒരു വരുമാനമാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയൊക്കെ ഓഡിറ്റോറിയം പണിയാറില്ലേ, വാടകയ്ക്ക് കൊടുക്കാറില്ലേ? അതുപോലെ തന്നെ ഇതും വീട് വെച്ച് വാടകയ്ക്ക് കൊടുക്കും. ഓക്കെ, ആരാ ശരിക്കുള്ള ഓണേഴ്സ്? റിയൽ ഓണേഴ്സ് ആരാ? സൊസൈറ്റിയാണ്. വസ്തുവിൻ്റെ ഉടമസ്ഥനും സൊസൈറ്റിയാണ്, ആ വീടിൻ്റെ ഉടമസ്ഥനും സൊസൈറ്റിയാണ്. നമ്മൾ റെൻറ്റിന് പോയി നമുക്ക് താമസിക്കാം. അതാണ് ഏത്? ടെനന്റ് ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ദ മെമ്പർ ഈസ് ദാറ്റ് ഓഫ് എ ഹൗസ് ഓണർ ആൻഡ് ടെനന്റ്. ഹൗസ് ഓണറും ടെനന്റും പോലുള്ള റിലേഷൻഷിപ്പാണുള്ളത്. അടുത്ത ഹൗസിംഗ് സൊസൈറ്റീസ്, ഹൗസ് മോർട്ട്ഗേജ് ബാങ്ക്. ദെൻ സൊസൈറ്റി അഡ്വാൻസ് ലോൺ ഫോർ റിപ്പയറിന് വേണ്ടിയിട്ടും റീമോഡലിങ്ങിന് വേണ്ടിയിട്ടും ഒക്കെ ഹൗസിംഗ് സൊസൈറ്റീസ് ലോൺ കൊടുക്കുന്നു. ഓക്കെ ആണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത നോക്കാം. The maximum borrowing power of a primary cooperative marketing society in the share capital and reserve fund എത്രയാണ് വരുന്നത്? എത്ര ടൈംസ് ആയിരിക്കും? 20 ഇരട്ടിയാണ്. 20 ഇരട്ടിയാണ് എടുക്കാൻ പറ്റുന്നത്. മാക്സിമം ബോറോവിങ് പവർ MBP എന്ന് പറഞ്ഞാൽ 20 ഇരട്ടിയാണ്. അവർക്ക് എത്രത്തോളം ഷെയർ ക്യാപിറ്റലും റിസർവും ഉണ്ടോ അതിൻ്റെ 20 ഇരട്ടി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ബോറോ ചെയ്യാൻ പറ്റും, കടം വാങ്ങാനായിട്ട് പറ്റും. നോക്കിക്കേ, അടുത്ത ചോദ്യം. ദി അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ കൺസ്യൂമർ മൂവ്മെൻറ്റ്. കേരളത്തിലെ കൺസ്യൂമർ മൂവ്മെൻറ്റ് അപ്പെക്സ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കേരളത്തിലെയാണ്. കേരളം എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഏതാണ്? കൺസ്യൂമർ ഫെഡ്. ഓക്കെ, കൺസ്യൂമർ ഫെഡ് ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, നോക്കാം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ദ ഫസ്റ്റ് ഫോം ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, അത് നമുക്കറിയാം. ആദ്യമായി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഉടലെടുത്തത് ഇംഗ്ലണ്ടിലാണ്. കൺസ്യൂമർ സഹകരണ പ്രസ്ഥാനങ്ങൾ തന്നെ വന്നത് ഇംഗ്ലണ്ടിലാണ്. ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ആദ്യമായി വന്നത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ്. ദെൻ നമ്മുടെ റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി, ആദ്യത്തെ സക്സസ്ഫുൾ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയർ സൊസൈറ്റി ആയിരുന്നു. ദെൻ അടുത്തത്
ഇന്ത്യയിൽ വന്ന ആദ്യത്തെ സൊസൈറ്റി ഏതായിരുന്നു? ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. 1904. നമ്മുടെ ആദ്യത്തെ ഹൗസിംഗ് സൊസൈറ്റി വന്ന എന്നാ? 1905. 1904 അല്ല, സോറി, 1905. ഇത് 1905 ആണ്. സരസ്വത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ബോംബെയിൽ വന്നു 1905. എവിടെ നിന്ന്? ആദ്യത്തെ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ നമ്മൾ ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി 1905 വന്നു. ദെൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ്. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്തത്. നോക്കിക്കേ, ഇത് തുടങ്ങിയത് എങ്ങനെയാണ്? ഫൗണ്ടഡ് ബൈ 14 എഡ്യൂക്കേറ്റഡ് കോപ്പറേറ്റേഴ്സ്. 14 വിദ്യാഭ്യാസമുള്ള വ്യക്തികൾ ചേർന്നിട്ടാണ് ഇത് സ്ഥാപിച്ചത്. നമ്മുടെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സിന് പറയുന്ന പേരാണ് വാർ ടൈം ബേബീസ്. എന്താണ്? വാർ ടൈം ബേബീസ്. കമ്മിറ്റി ഓൺ കൺസ്യൂമർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പി നടേശൻ കമ്മിറ്റി. 1960 പി നടേശൻ കമ്മിറ്റിയാണ് ഇത് പറയുന്നത്. കമ്മിറ്റി ഓൺ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. കമ്മിറ്റി ഓൺ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് പി നടേശൻ കമ്മിറ്റി 1960 ഡേറ്റ്. ദെൻ ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് സൊസൈറ്റീസ് എന്നും പറയാറുണ്ട്. കൺസ്യൂമർ സൊസൈറ്റീസിന് പറയുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് സൊസൈറ്റീസ്. ഡിസ്ട്രിബ്യൂഷനല്ലേ അവർ ചെയ്യുന്നേ, നമുക്കത് കിട്ടും. ദെൻ അതുപോലെ തന്നെ ഇന്ത്യയിൽ 4 ടയർ സ്ട്രക്ചറും കേരളത്തിൽ 3 ടയർ സ്ട്രക്ചറിലുമാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ 4 ടയർ, കേരളത്തിൽ 3 ടയർ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ ആണേ? പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ, ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. DWS പ്രൈമറി കോപ്പറേറ്റീവ്. ഇതിനകത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ പറയാം. ദെൻ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ കൺസ്യൂമർ ഓർഗനൈസേഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഇൻ ബൾക്ക് ഫ്രം പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് ഓർ DWS. പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ. പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഗുഡ്സ് ബൾക്കായിട്ട് ഇവിടെ നിന്നും വാങ്ങിക്കുന്നു. പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ DWSൽ നിന്നും വാങ്ങിക്കുന്നു. ദെൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഗുഡ്സ് ഇക്വിറ്റബിളി എമംഗ് മെമ്പേഴ്സ് കസ്റ്റമേഴ്സ് അറ്റ് ഫെയർ പ്രൈസസ്. ഫെയർ പ്രൈസസിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. ദെൻ പർച്ചേസ് കമ്മിറ്റി ഫോം ചെയ്തിരിക്കുന്നത് പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറിൽ നിന്നാണ്. ഫോംഡ് ഫ്രം ദ മാനേജിംഗ് കമ്മിറ്റി. ഏതിൻ്റെ ഭരണസമിതിയിൽ നിന്നാണ്? പ്രൈമറി കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോറിൻ്റെ ഭരണസമിതിയിൽ നിന്നാണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? പർച്ചേസ് കമ്മിറ്റി ഫോം ചെയ്തിരിക്കുന്നത്. ദെൻ ഫാർമേഴ്സ് പർച്ചേസ് പോളിസി ആൻഡ് പ്രൊക്യൂർ ഫ്രം ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ. ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോറിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഫാർമേഴ്സ് ആണെങ്കിൽ പർച്ചേസ് പോളിസി ആൻഡ് പ്രൊക്യൂർസ് ഇവരുടെ ഗുഡ്സ് എല്ലാം അവർ ഡിസ്ട്രിക്ട് ലെവലിൽ നിന്ന് എടുക്കും. മനസ്സിലായോ? ഓക്കെ. ഇനി ഇവരുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. ആക്റ്റീവ് പ്രൈസ് പോളിസി ആദ്യമായി അഡോപ്റ്റ് ചെയ്തത് സ്വീഡനിലാണ്. ആക്റ്റീവ് പ്രൈസ് പോളിസി പ്രൈസ് ഫിക്സഡ് സ്ലൈറ്റ്ലി ലോവർ ദാൻ ദ മാർക്കറ്റ് റേറ്റ്. അതായത് പിന്നെ മാർക്കറ്റ് റേറ്റിനെക്കാട്ടി കുറച്ച് പൈസ കുറയ്ക്കും. പ്രൈസ് സ്ലൈറ്റ്ലി ലോവർ ദാൻ ദ മാർക്കറ്റ് റേറ്റ്. ദെൻ കറണ്ട് മാർക്കറ്റ് പ്രൈസ് അഡോപ്റ്റഡ് റോച്ച്ഡയിൽ നിന്നും അഡോപ്റ്റ് ചെയ്തതാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, സാധനങ്ങൾ വിൽക്കുന്ന റേറ്റ് ആണ് ഈ പറയുന്നത്. ഓക്കെ. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പാട്രണേജ് ഡിവിഡൻഡ്. ഒന്നുമില്ല, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി നമ്മൾ ഇടപാടുകൾ നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡ്യൂസറും അല്ലെങ്കിൽ നമ്മളൊരു സൊസൈറ്റിയുമായി ഇടപാടുകൾ നടത്തുമ്പോൾ സൊസൈറ്റി ആ മെമ്പറിന് കൊടുക്കുന്ന ഒരു സഹായം അല്ലെങ്കിൽ ഒരു ഫണ്ടാണ് പറയുന്നത്. ദെൻ നോക്കിക്കേ, പാട്രണേജ് ഡിവിഡൻഡ് ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷൻസ് വിത്ത് ദ സൊസൈറ്റി. ദെൻ പർച്ചേസ് ബോണസ് എന്ന് പറഞ്ഞാൽ എന്താ? പാർട്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഗിവൺ ടു മെമ്പേഴ്സ് ഇൻ ദ പ്രപ്പോർഷൻ ഓഫ് പർച്ചേസസ്. പർച്ചേസിനെ കൂട്ടാൻ വേണ്ടിയിട്ട്, പർച്ചേസിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഏത്? പർച്ചേസ് ബോണസ്. ദെൻ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ബോണസ് എന്താണ്? പ്രൊഡക്ഷൻ ബോണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറി കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടതാണ് പ്രൊഡക്ഷൻ ബോണസ്. ഓക്കെ, ഡയറിയുമായി ബന്ധപ്പെട്ടതാണ് പ്രൊഡക്ഷൻ ബോണസ്. ദെൻ ട്രേഡ് ഡെപ്പോസിറ്റും ഉണ്ട്, ട്രേഡ് ക്രെഡിറ്റും ഉണ്ട്. ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ട്രേഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഡെപ്പോസിറ്റ് മെമ്പേഴ്സ് കൊടുക്കുന്നു ഫോർ എ ഫിക്സഡ് പീരീഡ് ടു അവോയ്ഡ് ക്യാഷ് പേയ്മെൻറ്റ്സ്
പെർ ട്രാൻസാക്ഷൻ. ഓരോ ട്രാൻസാക്ഷനും ക്യാഷ് പേയ്മെൻറ്റ്സ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഒരു അഡ്വാൻസ് ഡെപ്പോസിറ്റ് മെമ്പേഴ്സ് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ഏത്? ട്രേഡ് ഡെപ്പോസിറ്റ്. അതായത് ട്രേഡ് ഡെപ്പോസിറ്റ്. ഇനി ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ, ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ DWS. ഇത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നത് സെൻട്രലി സ്പോൺസേർഡ് സ്കീം 1962 സെൻട്രലി സ്പോൺസേർഡ് സ്കീം പ്രകാരമാണ് ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ വന്നത്. ഇതിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ യൂണിറ്ററി ടൈപ്പ് ഉണ്ട്, ഫെഡറൽ ഉണ്ട്, മിക്സഡ് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഈ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ കോപ്പറേറ്റീവ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു റവന്യൂ ഡിസ്ട്രിക്റ്റിലാണ് പ്രവർത്തിക്കുന്നത്. ഡിസ്ട്രിക്റ്റ് എന്നതിനകത്തുണ്ടല്ലോ. റൺസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, ഇത് നമ്മുടെ നാട്ടിലുള്ള ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ, അതുപോലെ തന്നെ ഈ ജനത പിന്നെ സൂപ്പർ മാർക്കറ്റും ഒക്കെ അവർ നടത്താറുണ്ട്. ഇവരുടെ സ്ലോഗനാണ് പിൻ ടു എയ്റോപ്ലെയിൻ. ഇത് വളരെ ഓർത്തിരിക്കുക കേട്ടോ. പിൻ ടു എയ്റോപ്ലെയിൻ എന്നാണ് ഇവരുടെ സ്ലോഗൻ. ഇതാണ് ഞാൻ പറയാൻ വന്നത്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം. നിങ്ങൾ CSE ഇവിടെ പ്രീവിയസ് ചോദ്യം എടുത്ത് നോക്കിക്കോ. ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? DWSുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം. ഓക്കെ, ഇവർ ഫോളോ ചെയ്യുന്ന ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റമാണ്. ഇതെന്ന് പറഞ്ഞാൽ വാല്യൂ കൺട്രോൾ സിസ്റ്റം. ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം അതല്ലെങ്കിൽ വാല്യൂ കൺട്രോൾ സിസ്റ്റം. ഇത് യൂസർ ചെയ്യുന്നു. ഇത് DWSും ലാർജ് പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റീസും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ ആണ്. ഇപ്പം ഇത്രയും കാര്യങ്ങൾ ഇത് ഓർത്ത് വെച്ചേക്കാം. ഡബിൾ കമ്പാർട്ട്മെന്റൽ സിസ്റ്റം അസോസിയേറ്റഡ് വിത്ത് DWS. ഓക്കെ, ഇതിന്റെ സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ ഇത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ഈ റീറ്റെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് മാനേജർ അല്ലെങ്കിൽ സെയിൽസ്മാൻ്റെ കസ്റ്റഡിയിലും മെയിൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയുടെ കയ്യിലും ആണ്. റീറ്റെയിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് മാനേജറുടെ കയ്യിലും മെയിൻ സ്റ്റോക്ക് സെക്രട്ടറിയുടെ കയ്യിലുമാണ്. റീറ്റെയിൽ സ്റ്റോക്ക് അണ്ടർ ദ ബ്രാഞ്ച് മാനേജർ, മെയിൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടറിയുടെ കയ്യിലുമാണ്. നോക്കി അടുത്ത ചോദ്യം. ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഓൺ റൂറൽ ഡെവലപ്മെന്റ് ഹാസ് ബീൻ ഡയറക്റ്റഡ് ടു ദ വില്ലേജ്. എവിടെയാണ്, എന്തുമായി ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ കണക്ക് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വന്നേ എന്നാ 1970 ജൂലൈയിലാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വന്നത്. എന്തുമായി ബന്ധപ്പെട്ടാണ് ഇത് വന്നത്? എന്തിനാണ് ഇത് പറയുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം? വൈറ്റ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് ധവള വിപ്ലവം. എന്താണ് ഈ ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ്, മിൽക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഏത്? ധവള വിപ്ലവം. ഓക്കെ, അപ്പോൾ ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം റിലേറ്റഡ് ടു എന്താണ്? മിൽക്ക് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. ദ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ദാറ്റ് ജനറലി സപ്ലൈ റോ മെറ്റീരിയൽ, ടൂൾ ആൻഡ് പിന്നെ അതുപോലെ തന്നെ ഹെൽപ്പ് മെമ്പേഴ്സ് ഇൻ സെല്ലിംഗ് ദെയർ പ്രോഡക്റ്റ് ഏതാണെന്ന് അറിയാമോ? ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് സൊസൈറ്റി ആണോ? പ്രൊഡ്യൂസേഴ്സ് ആണോ? കളക്റ്റീവ് പ്രൊഡക്ഷൻ ആണോ? ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റികളാണ്. എന്താണ് ഇൻഡസ്ട്രിയൽ സർവീസ് സൊസൈറ്റികൾ? നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കേണ്ട കുറച്ച് മിസ്ലേനിയസ് സൊസൈറ്റികളുണ്ട്. ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ്സിനകത്ത് വരുന്നതാണ്. എങ്കിലും നിങ്ങളിതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നോട്ട് കൃത്യമായി എഴുതി തന്നെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓരോന്നും നോട്ട് ചെയ്ത് എഴുതാൻ മതി. ഓക്കെ, മിസ്ലേനിയസ് കോപ്പറേറ്റീവ്സ്. കേരള സ്റ്റേറ്റ് ഹോമിയോപ്പതിക്ക് കോഓപ്പറേറ്റീവ് ഫാർമസി ലിമിറ്റഡ്. നോക്കിക്കേ, ഇത് വന്നത് 1974. 1970 വന്ന ഏതായിരുന്നു? ഹൗസ് ഫെഡ് ആയിരുന്നു അല്ലേ? ഹൗസ് ഫെഡ് എന്നാ വന്നേ? ഏപ്രിൽ 23. നിങ്ങളുടെ മനസ്സിലൊന്ന് പറഞ്ഞേ, ഏപ്രിൽ 23. പ്രവർത്തനം തുടങ്ങിയത് എന്നാ? സെപ്റ്റംബറിൽ. ഓക്കെ ആണ്. അടുത്തത് സെപ്റ്റംബർ 24. അടുത്തത് 1974 വന്നു. ഗവൺമെന്റ് ഓഫ് കേരളയാണ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആലപ്പുഴ, പാതിരപ്പള്ളി ആലപ്പുഴയിലാണ്. അടുത്തത് ഇതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? അപ്പം നോക്കിക്കോളുക. മിസ്ലേനിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഒന്ന് ഓടിച്ചിട്ട് നമുക്കൊന്ന് പറയാം. മിസ്ലേനിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്: ഹോംകോ,
കേരള സ്റ്റേറ്റ് ഹോമിയോപ്പതിക് കോപ്പറേറ്റീവ് ഫാർമസി ലിമിറ്റഡ്. വന്നത് 1974 വന്നു. സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് കേരളയാണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വന്നിട്ട് പാതിരപ്പള്ളി ആലപ്പുഴയാണ്. എന്തെല്ലാം ഫങ്ഷൻസ് ഉണ്ടെന്ന് നോക്കിക്കേ. വർക്കിംഗ് അണ്ടർ ദ കൺട്രോൾ ഓഫ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി അഫയേഴ്സ് ആൻഡ് രജിസ്റ്റേർഡ് ആസ് പെർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് 1969 പ്രകാരം രജിസ്റ്റർ ചെയ്തു. ഓക്കെ, ഇതിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി അഫയേഴ്സിന്റെ കൺട്രോളിലാണ്. ദെൻ ഇതെന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ്. ഇതെന്തായിട്ട് ഡീൽ ചെയ്തിരിക്കുന്നു? ഈ ഹോമിയോപ്പതിക് മെഡിസിൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതായത് അവരുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാനുഫാക്ചറിങ് ഓഫ് ഹോമിയോപ്പതിക് മെഡിസിൻസ്. അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് ഹോമിയോപ്പതി എന്ന് പറഞ്ഞാൽ ചെയർമാൻ ഓഫ് ഹോംകോ. ഹോമിയോപ്പതിയുടെ ഡയറക്ടറാണ് ഹോംകോയുടെ ചെയർമാനെ. വന്ന വർഷം ഓർത്തിരിക്കുക. ഇതിനകത്തുനിന്നൊന്നും ഒരുപാട് ഇറങ്ങിയുള്ള ചോദ്യങ്ങൾ ചോദിക്കത്തില്ല. ഇത് ഏത് നിയമപ്രകാരം പ്രവർത്തിക്കുന്നു? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരം പ്രവർത്തിക്കുന്നു. ഹെഡ്ക്വാർട്ടേഴ്സ് ആലപ്പുഴയിലാണ്. ദെൻ അതുപോലെ തന്നെ വന്ന വർഷം 74 ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അത്യാവശ്യം ഓർത്തിരിക്കുക. ദെൻ ഇതെന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആരാണ്? സഹകരണ ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോംകോയുടെ. ഓക്കെ ആണേ. ദെൻ അടുത്തത് ക്വൈൻസ് കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റി ലിമിറ്റഡ്. ഇത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമായിരുന്നു. കോയിൻസ് കോപ്പറേറ്റീവ് ഇൻഷുറൻസ് സൊസൈറ്റി ലിമിറ്റഡ്. ഇത് രജിസ്റ്റർ ചെയ്തത് 21 ജൂൺ മാസം 2000 ഓക്കെ, 21 ജൂൺ 2000. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. ഇതിന്റെ പ്രവർത്തന പരിധി കേരളം മുഴുവനാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വൺ ആൻഡ് ഓൺലി ഇൻഷുറൻസ് സൊസൈറ്റി ഇൻ കേരള. കേരളത്തിലെ ആകെ ഉള്ള ഒരു ഇൻഷുറൻസ് സൊസൈറ്റിയാണ് കോയിൻസ്. 2000 വന്നു. അതാണ്ട കോയിൻ ഇരിക്കുന്നത് ഇങ്ങനെയല്ലയോ, റൗണ്ടായിട്ടല്ലേ കോയിൻ ഇരിക്കുന്നത്. അപ്പോൾ ഓർത്താൽ അത് 2000 കണ്ടോ. അടിപൊളി, ഇങ്ങനെ ഓർത്തിരിക്കണം കേട്ടോ. സോ അപ്പം എന്താണ് കോയിൻസ് വന്നു. ദെൻ ഇറ്റ് ഈസ് ദ വൺ ആൻഡ് ഓൺലി ഇൻഷുറൻസ് സൊസൈറ്റി ഇൻ കേരള. ദെൻ ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഇൻ അസോസിയേഷൻ വിത്ത് ഇഫ്കോ ടോക്കിയോ. ഇഫ്കോ നമ്മുടെ സ്വന്തം ഇഫ്കോ 1967 വന്ന ഇഫ്കോയുമായി പ്രവർത്തിക്കുന്നു. എന്താണ്? ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഇൻ അസോസിയേഷൻ വിത്ത് ഇഫ്കോ ടോക്കിയോയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. കോയിൻസ് വന്ന വർഷം 2000. മറന്നു പോകരുത്. കോയിൻസ് എന്ന് വന്നു? 21 ജൂൺ 2000 വന്നു. കേരളത്തിലുള്ള ഇൻഷുറൻസ് കേരളത്തിൽ മൊത്തം ഇതിന് പ്രവർത്തന പരിധിയുണ്ട്. തിരുവനന്തപുരത്താണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ കേരളം മുഴുവനുമാണ്. അതായത് ആകെയുള്ള ഒരു ഇൻഷുറൻസ് സൊസൈറ്റിയാണ് കേരളത്തിലെ എന്തെന്ന് പറയുന്നത്? കോയിൻസ് എന്ന് പറയുന്നത്. കോയിൻസ് വന്ന വർഷം 2000. തൊട്ട് മുമ്പ് വന്ന ഹോംകോ വന്ന വർഷം 1974. പിന്നെ ഹൗസ് ഫെഡ് വന്ന വർഷം 1970. NCDC 1963. ഇതൊന്നും മറന്നു പോകരുത്. വർഷങ്ങൾ കൃത്യമായി പഠിക്കണം. ഇതെല്ലാം കൺഫ്യൂസിംഗ് ആയിട്ട് അടുത്തടുത്തുള്ള വർഷങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കും. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ അടിക്കും. ചിലപ്പോൾ നമുക്ക് ആൻസർ അറിയാവുന്നതായിരിക്കും, പക്ഷെ ഒരു ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡൗട്ട് അടിക്കാൻ തുടങ്ങും. ഓക്കെ, ശരി, നമുക്ക് അടുത്ത നോക്കാം. ദെൻ ഇനി അടുത്തത് ട്രാൻസ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ട്രാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നോക്കിക്കേ, 2018 ജൂണിൽ വന്നു. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. അപ്പം നമ്മൾ എവിടേക്കാണ് തിരുവനന്തപുരത്തിന് ഹെഡ്ക്വാർട്ടേഴ്സ് പഠിച്ചേ? കോയിൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം, മത്സ്യഫെഡ് തിരുവനന്തപുരം, ട്രാൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് തിരുവനന്തപുരം. ഓക്കെ, ദെൻ അതർ ഫങ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി വെൽഫെയർ ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ് ഇൻ ഇന്ത്യ. ഈ കേരളത്തിലെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി മാത്രം വന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയാണിത്. ദെൻ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് ബി ലെൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ദം. അവർക്ക് ആവശ്യമായി സാമ്പത്തിക സഹായം കൊടുക്കുക എന്നതാണ് ട്രാൻസ്ജെൻഡർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആത്യന്തികമായ ഏറ്റവും വലിയ ലക്ഷ്യം. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. 2018 ഇത് വരുന്നത്. ദെൻ ഇവർക്ക് ആവശ്യമായ ഫണ്ടുകൾ കൊടുക്കുന്നു. കേരളത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ വെൽഫെയർ ആണ് ഇതിന്റെ ലക്ഷ്യം. വന്നത് ജൂൺ 2018. ഓക്കെ ആണേ? അപ്പൊ നമ്മൾ 3 പറഞ്ഞേ. ഇനി അടുത്ത നോക്കിക്കേ, കോസ്റ്റെക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഐടിയുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ്. കോസ്റ്റെക് നോക്കിക്കേ, ഇത് രജിസ്റ്റർ ചെയ്തത് 8/11/2001. നോക്കിക്കേ,
8/11/2001. ഇത് കൊള്ളാം. 8/11/2001 വന്നു. ഇത് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അതിനെക്കാട്ടി നേരെ രസമുള്ള ദിവസമാണ്. 1/1/1 ലാസ്റ്റ് 1. 11/11/2001 സ്റ്റാർട്ട് ചെയ്തു. 11/11/2001 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കോസ്ട്രക്ക് വന്നത് എന്താണ്? 2001, 8/11/2001. എന്നാൽ പ്രവർത്തനം തുടങ്ങിയത് 11/11/2001. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സും എവിടെയാണ്? തിരുവനന്തപുരമാണ്. കോസ്റ്റക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ? തിരുവനന്തപുരം. മത്സ്യഫെഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ? തിരുവനന്തപുരം. ദെൻ ട്രാൻസ്ജെൻഡേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ? തിരുവനന്തപുരം. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ഹൗസ് ഫെഡിന്റെ ആകുമ്പോഴോ? എറണാകുളം. ഓക്കെ, മറന്നു പോകരുത്. മത്സ്യഫെഡ് തിരുവനന്തപുരം, ദെൻ ട്രാൻസ്ജെൻഡേഴ്സിന്റെ തിരുവനന്തപുരം, കോയിൻസ് തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ കോസ്റ്റക്കും തിരുവനന്തപുരം. ഓക്കെ, ദെൻ പ്രൊഫസർ ഈ ചെയർമാൻ മാറിയിട്ടുണ്ടാവണം. അതുകൊണ്ട് കറണ്ട് ചെയർമാൻ നമ്മൾ മാറ്റി പഠിക്കാം. നമുക്ക് നോക്കാം. ദെൻ അടുത്ത ഇവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. സോഫ്റ്റ്വെയർ PACS പ്രൈമറി കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെ സോഫ്റ്റ്വെയർ കൊടുക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഇത് സിംഗിൾ ടയർ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. ഒറ്റ ടയർ മാത്രമേ ഉള്ളൂ. കോസ്റ്റക്കിന് ഒറ്റ ടയറേ ഉള്ളൂ. ഒറ്റ ടയറാണ്, സിംഗിൾ ടയറാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ സംസ്ഥാനം മുഴുവനാണ്. ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് കേരളയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കോസ്റ്റക്ക് എന്ന് പറഞ്ഞാൽ 3 റീജിയണൽ ഓഫീസുകളുണ്ട്. എവിടേക്കാ? തൊടുപുഴ, എറണാകുളം, തൃശ്ശൂര്. തൊടുപുഴ, എറണാകുളം, തൃശ്ശൂര്. ദെൻ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡോർ സ്റ്റെപ്പ് കോമൺ മാൻ. സാധാരണ ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ആൾക്കാർക്ക്, അവർക്ക് എല്ലാവർക്കും IT-യിൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ കമ്പ്യൂട്ടറിൽ പരിജ്ഞാനം ഉറപ്പാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ബെനിഫിറ്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡോർ സ്റ്റെപ്പ് ഓഫ് കോമൺ മാൻ. Then it is the only state-wide information technology cooperative organization under Government of Kerala. Government of Keralയുടെ കീഴിൽ വരുന്ന ഒരേ ഒരു സ്റ്റേറ്റ് വൈഡ് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് കോസ്റ്റക്ക് എന്ന് പറയുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. എന്തായിരുന്നു ഇത്? വന്ന വർഷം വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. 8/11/2001, 8/11/2001, 11/11/2001. ഇനി അടുത്ത തവണ CSEBയുടെ ഒരു ചോദ്യമാണിത്. പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഓക്കെ, അടുത്തതാണ് റൂട്രോണിക്സ്. എന്ന് വെച്ചാൽ കേരള സ്റ്റേറ്റ് വുമൺ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ. വന്നത് 90-ലാണ്. റൂട്രോണിക്സ് വന്നത് 90-ലാണ്. ഹെഡ്ക്വാർട്ടേഴ്സ്, ഇതിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ റൂട്രോണിക്സ് വന്നത് 90-ലാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ്. എന്താണ് ഇതിൻ്റെ? കേരള സ്റ്റേറ്റ് റൂറൽ വുമൺ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ. അതാണ് റൂട്രോണിക്സ് എന്ന് പറഞ്ഞാൽ. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം, 90-ൽ വന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന് ഏറ്റവും ഫീസ് കുറച്ചിട്ട്, ഏറ്റവും കോസ്റ്റ് കുറച്ച് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് റൂട്രോണിക്സിൻ്റെ ലക്ഷ്യം. ഏറ്റവും തുച്ഛമായ ഫീസിൽ കൊടുക്കുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആര്? റൂട്രോണിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ 18 വുമൺ ഇലക്ട്രോണിക് സൊസൈറ്റികളുടെ കൂട്ടായ്മയാണ്. സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന 18 ഇറ്റ് ഈസ് ദ ഫെഡറേഷൻ ഓഫ് 18 വുമൺ ഇലക്ട്രോണിക് സൊസൈറ്റികളുടെ ഫെഡറേഷനാണ്. അക്കാഡമി ഫോർ IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് റിലേറ്റഡ് ടു ഇറ്റ് എയിംസ്. ഇതുമായി ബന്ധപ്പെട്ടതാണ് എയിംസ്. എന്താണ്? അക്കാഡമി ഫോർ IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെൻറ്റ് സ്റ്റഡീസ്. ദെൻ SHRD എന്താണ്? സുരഭി ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് 2008 വന്നാണ്. ഇതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റൂട്രോണിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റൂട്രോണിക്സ് മൾട്ടിമീഡിയ IT കേരള പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ഗവൺമെൻറ് അലോങ് വിത്ത് റൂട്രോണിക്സ് ഇൻ 2005 IT പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായി ചേർന്നിട്ട് 2005 ഇത് കൊണ്ടുവന്നു. ആരാ? റൂട്രോണിക്സ്. ഗവേൺ IT എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡിവിഷനാണ്. റൂട്രോണിക്സ് ഡെവലപ്പ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഡിവിഷനാണ് എന്ത്? ഗവേൺ IT.
ദെൻ റൂട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആൻഡ് കെൽട്രോൺ ഇവരുടെ എല്ലാം കൂടെ ജോയിന്റ് വെഞ്ചറാണ്. ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നവർ. ആരൊക്കെ ചേർന്നാണ് പ്രവർത്തിക്കുന്ന ഇവർ? ഖാദി ആൻഡ് റൂട്രോണിക്സ് ഈസ് എ ജോയിന്റ് വെഞ്ചർ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി, ഐ ടി മേഖലയും അതുപോലെ തന്നെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനും കെൽട്രോണുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ദെൻ അതുപോലെ തന്നെ റൂട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫെഡറേഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് കാറ്റഗറി വരുന്ന? റൂട്രോണിക്സ് ഈസ് ആൻ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫെഡറേഷൻ. സൊസൈറ്റീസ് ഫെഡറേഷൻ, ദ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരു ഫെഡറേഷനാണ് ഏത്? റൂട്രോണിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കെൽടെക്സ്, കേരള ഹൈടെക് ടെക്സ്റ്റൈൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്. കേരള ഹൈടെക് ടെക്സ്റ്റൈൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ്, കെൽടെക്സ് ഓർത്ത് വെച്ചേക്കുക. ഇത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ അണ്ടറിൽ വരുന്നതാണ്. അണ്ടർടേക്കിംഗ് ആൻഡ് ഇറ്റ് ഈസ് ദ ഇൻഡസ്ട്രിയൽ പവർലൂം കോപ്പറേറ്റീവ് സൊസൈറ്റി. ഹെഡ്ക്വാർട്ടേഴ്സ് മലപ്പുറത്താണ്. കണ്ടോ, മലപ്പുറം. ഓക്കെ, മലപ്പുറത്ത്. നമ്മൾ മലപ്പുറം ഹെഡ്ക്വാർട്ടേഴ്സ് അങ്ങനെ പഠിച്ചിട്ടില്ല, പക്ഷെ കണ്ണൂർ പഠിച്ചിട്ടുണ്ട്. ദിനേശ് ബി ഡി അല്ലയോ? ദെൻ മലപ്പുറമാണ് കെൽടെക്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇനി അടുത്താണ് ഹോപ്കോ, ഹോർട്ടിക്കൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് പ്രോസസ്സിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പം നിലവിലില്ല, വർക്കിംഗ് ഇല്ല, ക്ലോസ് ചെയ്തു. കൽപ്പതരു കോക്കനട്ട് ഓയിൽ, ജീവശ്രീ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോപ്കോയുടെ പ്രോഡക്റ്റ് ആയിരുന്നു. ഇപ്പം ഇത് നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഇനി ഉണ്ടായിരുന്നു എന്ന് ഓർത്ത് വെച്ചേക്കാം. നാഷണൽ ഹെവി എഞ്ചിനീയറിംഗ് കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ്, കേട്ടല്ലോ. നാഷണൽ ഹെവി എഞ്ചിനീയറിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് വന്ന വർഷം 74-ലാണ്. 74 വന്നു. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? സപ്ലൈയിങ്, ട്രേഡിങ്, എന്തിന്? ഷുഗർ പ്രോസസ്സിങ്, മെഷീനറി, ഈ ഷുഗർ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവർ കൊടുക്കുന്നു. ദെൻ ഇവയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നത് ആരുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടോടു കൂടിയാണ്? NCDC. NCDC നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? നോൺ ക്രെഡിറ്റ് സംഘങ്ങൾക്കെല്ലാം ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് NCDC. അപ്പോൾ NCDCയുടെ ഫണ്ട് വെച്ച് പ്രവർത്തിക്കുന്നത് ആരാണ്? നാഷണൽ ഹെവി എഞ്ചിനീയറിംഗ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. 1974 വന്നത്. പൂനെ, മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഓക്കെ, ദെൻ നാഷണൽ, നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് വന്നത് എന്നാണ്? 66. 66ൻ്റെ പ്രത്യേകത എന്തോ? നമ്മൾ ഇന്ന് പഠിച്ചതാണ്. 66 1966 DG കാർവേ റീഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വിയന്ന കോൺഗ്രസിൽ വെച്ചിട്ട് റീഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1966. ആ 66 തന്നെ. ആ വർഷമാണ് എന്ത് വന്നത്? നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് വന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാ? ന്യൂഡൽഹിയിലാണ്. ദെൻ ഇതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻസ് ടു ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആൻഡ് ദെയർ ഡെവലപ്മെൻറ്റ്, ഗ്രോത്ത്. അതുപോലെ ഇത് അസിസ്റ്റൻസ് എന്ന് പറയുന്നതിനകത്ത് എന്ത് വരും? പർച്ചേസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുക, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുക, ഇമ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽ, മെഷീനറികൾ റോ മെറ്റീരിയലും ഇമ്പോർട്ട് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ ദിസ് ഫെഡറേഷൻ ഹാൻഡിൽസ് എ നമ്പർ ഓഫ് പ്രോഡക്റ്റ് മാനുഫാക്ചർ ഇൻ ദ സ്മാൾ സ്കെയിൽ സെക്ടർ ഇൻക്ലൂഡിങ് കയർ, ഹാൻഡ്ലൂമിൽ, ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്റ്റിലും എല്ലാത്തിലും ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഏതാണ്? നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് 1966 വന്നതാണ്. ഓക്കെ ആണേ. പാഡിക്കോ നോക്കിക്കേ. പാലക്കാട് ജില്ല നെല്ലു സംഭരണ വിപണന സംസ്കരണ വ്യവസായ സഹകരണ സംഘം ലിമിറ്റഡ് വന്നത് 1977 ഹെഡ്ക്വാർട്ടേഴ്സ് പാലക്കാടാണ്. ദെൻ അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു പ്രോജക്റ്റാണ്. ഏത്? പാഡിക്കോ എന്ന് പറയുന്നത്. ദെൻ പാഡിക്കോ പ്രൊവൈഡ് റൈസ് ഫ്ലോർ ആൻഡ് റൈസ് പ്രോഡക്റ്റ്. റൈസുമായി ബന്ധപ്പെട്ട
അരിപ്പൊടി കൊടുക്കുന്നുണ്ട്, അരി കൊടുക്കുന്നുണ്ട്. ദെൻ അരിയുടെ പ്രോഡക്റ്റുകളും കൊടുക്കുന്നുണ്ട്. പാഡിക്കോ കുറുവ റൈസ്, ബ്രോക്കൺ റെഡ് റൈസ്, പാഡിക്കോ പാലക്കാടൻ മട്ട റൈസ്, അൺപോളിഷ്ഡ് റൈസ്, ഇതെല്ലാം തന്നെ ഇവരുടെ പ്രോഡക്റ്റുകളാണ്. പാഡിക്കോ വന്നത് 77, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ഓക്കെ. ദെൻ അടുത്തത് ക്യാപ്കോസ്, കേരള പാടി പ്രൊക്യൂർമെന്റ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? കോട്ടയം. ഇതിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടി പ്രൊക്യൂർമെന്റും സ്റ്റോറേജും പ്രോസസ്സിങ്ങും, അതുപോലെ തന്നെ അരിയുടെ ബ്രാൻഡ് ചെയ്യുക, ബ്രാൻഡിങ് ഓഫ് റൈസ് ആൻഡ് റൈസ് റിലേറ്റഡ് പ്രോഡക്റ്റ്, റൈസുമായി ബന്ധപ്പെട്ട പ്രോഡക്റ്റുകൾ. അപ്പോൾ എന്താണ് ക്യാപ്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കോട്ടയമാണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്താ? കേരള പാടി പ്രൊക്യൂർമെന്റ് പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ ഓക്കെ, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കോട്ടയമാണ്. പാടി പ്രൊക്യൂർ ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ദെൻ അത് ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ നിർമ്മിക്കുക. ഇതൊക്കെ പ്രോസസിംഗ് ആൻഡ് ബ്രാൻഡിങ് ഓഫ് റൈസ് ആൻഡ് റൈസ് റിലേറ്റഡ് പ്രോഡക്റ്റ്. ദെൻ അതുപോലെ തന്നെ ക്യാപ്കോസ് വിൽ കോർഡിനേറ്റ് പാഡി പ്രൊക്യൂർമെന്റ് ഇൻ 13 ഡിസ്ട്രിക്ട്സ് എക്സെപ്റ്റ് പാലക്കാട്. പാലക്കാട് ജില്ല ഒഴിച്ച് ബാക്കി 13 ജില്ലകളിലും ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ദെൻ ക്യാപ്കോസ് സെറ്റപ്പ് മോഡേൺ റൈസ് മിൽ അറ്റ് കിടങ്ങന്നൂർ അറ്റ് കോട്ടയം. കോട്ടയിലെ കിടങ്ങന്നൂർ അവർ പുതിയ റൈസ് മില്ലും, അവരുടെ പുതിയ റൈസ് മില്ലുള്ളത് എവിടെയാണെന്ന് ചോദിക്കാം. കോട്ടയത്താണ്, കിടങ്ങല്ലൂറാണ്. ഓക്കെ. കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ്. അപ്പം മിസ്ലേനിയസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് നമ്മൾ പറയുന്നത്. കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ്. ദ സ്കീം ഓഫ് ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് വാസ് ദ പ്രിപ്പയർഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേഷൻ. ഓക്കെ, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് വന്നിരിക്കുന്നത്? മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേഷൻ. ഇൻ കേരള ഫസ്റ്റ് കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് വാസ് രജിസ്റ്റേർഡ് ഓൺ 3 ഫെബ്രുവരി 48. ആദ്യമായിട്ട് വന്നത് 48 ഫെബ്രുവരി 3-ാം തീയതിയാണ്. ദെൻ ഇത് കാലിക്കറ്റിൽ വന്നു. പരസ്പര സഹായി കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ്. പരസ്പര സഹായി കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് എന്നാണ് പറയുന്നത്. ആ പ്രിന്റിംഗ് പ്രസിന്റെ പേര് എന്നാ വന്നേ? ഫെബ്രുവരി 3-ാം തീയതി 1948 വന്നത്. ദെൻ ഓപ്പറേറ്റിംഗ് പ്രിന്റിംഗ് പ്രസ് ഇൻക്ലൂഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടത് കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് എവിടെയാണ് വരുന്നത്? റൂള് 15 സബ് റൂള് 12-നകത്താണ് കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസിനെ കുറിച്ച് പറയുന്നത്. മിസ്ലേനിയസ് സൊസൈറ്റീസിന്റെ ഹെഡിലാണ് വരുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് എന്നാ വന്നത്? ആദ്യം വന്നതാ ഫെബ്രുവരി 3, 1948 വന്നത്. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ. കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് ഇത് ഇതിന്റെ ഹെഡ് അണ്ടറിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് കോർപ്പറേഷൻ്റെ അണ്ടറിൽ വരുന്നു. ഫെബ്രുവരി 3, 1948 ഇത് വന്നത്. ഓക്കെ. ഇതിൻ്റെ കേരളത്തിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് രജിസ്റ്റർ ചെയ്തത് അന്നാണ്. കോപ്പറേറ്റീവ് പ്രിന്റിംഗ് പ്രസ് റൂൾ 15 സബ് റൂൾ 12 വരുന്നത്. ഓക്കെ. അടുത്ത നോക്കിക്കേ, 46-ാമത്തെ ചോദ്യം. സെക്ഷൻ 59A ഓഫ് KCS ആക്ട്. KCS ആക്ടിലെ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 59A എന്തായിരുന്നു? റെസ്ട്രിക്ഷൻ ഓൺ ലോൺ ആണോ? വാല്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി ആണോ? പർച്ചേസ് ഓഫ് മൂവബിൾ ഓർ റിമൂവബിൾ പ്രോപ്പർട്ടീസ് ബൈ ദ സൊസൈറ്റീസ് ആണോ? ട്രാൻസാക്ഷൻസ് വിത്ത് നോൺ മെമ്പേഴ്സ് ആണോ? നമുക്ക് നോക്കാം, ഇതിൽ ഓരോന്ന് നോക്കാം. 59A എന്താണെന്ന് നോക്കിക്കേ. സെക്ഷൻ 59A വാല്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി എങ്ങനെയാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഒരിടത്ത് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോകുന്നു. ഏത് പ്രോപ്പർട്ടി വെച്ചാണ് ലോൺ എടുക്കുന്നത്? നമുക്ക് ആ വസ്തു വിറ്റാകെ 3 ലക്ഷം കിട്ടത്തുള്ളൂ. അപ്പം സൊസൈറ്റി നമുക്ക് 3 ലക്ഷം തരുമോ? ഒരിക്കലും തരത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ലോൺ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വാല്യൂഷൻ ഓഫ് പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 59A. നോക്കിക്കേ, ദ വാല്യൂഷൻ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു ബി പ്ലെഡ്ജഡ് ആസ് സെക്യൂരിറ്റി ടു എ കോപ്പറേറ്റീവ് സൊസൈറ്റി ദെൻ ഷാൾ ബി വാല്യൂഡ് ബൈ ആൻ ഓഫീസർ ഓർ ഓഫീസേഴ്സ്. എന്തായാലും തീർച്ചയായിട്ടും വാല്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ഇൻ കേസസ് വെയർ ദ ലോൺ എമൗണ്ട് ഈസ് ബിലോ 10 lakh ആൻഡ് വെയർ ദ എമൗണ്ട് ഈസ് എക്സീഡ് 10 lakh
അതായത് നമുക്ക് പല കേസുകളുണ്ട്. 10 ലക്ഷത്തിന് താഴെയുള്ള കേസും വരാറുണ്ട്, 10 ലക്ഷത്തിന് മുകളിലുള്ള ലോൺ കൊടുക്കുന്ന കേസുകളും വരാറുണ്ട്. അപ്പോൾ നോക്കിക്കേ, എന്തായാലും ഇതെന്ന് പറഞ്ഞാൽ ഓഫീസേഴ്സ് വാല്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ കമ്മിറ്റി ഓഫീസേഴ്സ് വാല്യൂ ചെയ്യണമല്ലോ. ഞാൻ നോക്കിക്കേ, ഓഫീസേഴ്സ് ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി ഇൻ കേസസ് വെയർ ദ ലോൺ എമൗണ്ട് ഇസ് ബിലോ 10 lakh, 10 ലക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ, ആൻഡ് വെയർ ദ ലോൺ എമൗണ്ട് ഈസ് എക്സീഡ് 10 lakh, 10 ലക്ഷത്തിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബൈ എ പാനൽ ഓഫ് 5 members കൺസിസ്റ്റിംഗ് ഓഫ് 2 officers, 5 പേരടങ്ങുന്ന ആളുകൾ, 5 പേരടങ്ങുന്ന ഓഫീസേഴ്സ്, അതിനകത്ത് സിറ്റിംഗ് ഓഫ് 2 officers ഇൻക്ലൂഡിംഗ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് 2 members ഓഫ് ദ കമ്മിറ്റി. കമ്മിറ്റിയിൽ 2 മെമ്പേഴ്സും അതുപോലെ തന്നെ സൊസൈറ്റിയിലെ സെക്രട്ടറിയും, ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഏതാ? സെക്രട്ടറിയും എന്ത് ചെയ്യണം? ആൻഡ് ആൻ ഇൻഡിപെൻഡൻറ്റ് വാല്യൂവർ ഓതറൈസ്ഡ് ബൈ ദ കമ്മിറ്റി. ഓക്കെ, ആ ഇൻഡിപെൻഡൻറ്റ് വാല്യൂവറും ഉണ്ടാവണം. ഇൻഡിപെൻഡൻറ്റ് വാല്യൂവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊസൈറ്റിയായിട്ട് ബന്ധമില്ലാത്ത ഒരു ഓഫീസർ. ഓക്കെ, പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ലോണൊക്കെ എടുക്കുന്നതിന് മുൻപേ നമ്മൾ പ്രോപ്പർട്ടി വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്തിൽ പോകാറുണ്ട്. ഓക്കെ, നമുക്ക് എത്ര രൂപയുടെ ലോണാണോ വരേണ്ടത് അതിന് ഒരു 2 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് 2 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ മിനിമം ആ പ്രോപ്പർട്ടിക്ക് ഒരു 5 ലക്ഷം രൂപയെങ്കിലും കിട്ടണം. 3 ലക്ഷം ആണെങ്കിൽ കറക്റ്റ് 5 ലക്ഷം വാല്യൂ ചെയ്ത് ഒരു ഓഫീസർ വാല്യൂ ചെയ്ത് തന്നെങ്കിൽ നമുക്ക് സൊസൈറ്റി ലോൺ തരത്തുള്ളൂ. ഓക്കെ ആണേ. ഇതാണ് പറയുന്നത്. എന്താണ്? 59A വാല്യൂഷൻ ഓഫ് പ്രോപ്പർട്ടിയെ കുറിച്ച് പറയുന്നത്. ദെൻ അടുത്ത നോക്കിക്കേ, 59B ആണെങ്കിലോ, പർച്ചേസ് ഓഫ് മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ദ സൊസൈറ്റീസ്. പർച്ചേസ് ചെയ്യുകയാണ്. എന്താണ്? മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ ദ സൊസൈറ്റി. സൊസൈറ്റി ഷാൾ ഫോളോ ദ നോംസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് വൈൽ അക്വയറിംഗ് വാല്യൂ മൂവബിൾ ആർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ബൈ യൂട്ടിലൈസിങ് ഓൺ ഫണ്ട്. അതായത് സൊസൈറ്റിയുടെ പൈസ എടുത്തിട്ട് വസ്തുവകകൾ വാങ്ങിക്കുകയോ മൂവബിളോ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയോ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മൂവബിൾ ആൻഡ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണോ സൊസൈറ്റി എല്ലാ നോംസും കാര്യങ്ങളും, എന്തെല്ലാം കാര്യങ്ങളും നിയമത്തിൽ പറയുന്നുണ്ടോ അതെല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിരിക്കണം. ഓക്കെ, അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റീസൺ ഫോർ ദ സൂപ്പർസെഷൻ അണ്ടർ സെക്ഷൻ 32 ഓഫ് KCS ആക്ട് 1969. ഈ താഴെ പറയുന്നതിൽ ഏതാണ്? സൂപ്പർ സെഷനുമായി ബന്ധപ്പെട്ട സെഷൻ ഏതാണ്? സെക്ഷൻ 32 സൂപ്പർ സെഷൻ. അറിയാമല്ലോ, സൂപ്പർ സെഷൻ ഒരു കമ്മിറ്റി കൃത്യമായ കാരണങ്ങൾ കൊണ്ടാണ് സൂപ്പർ സെഷൻ നടപടികൾ സ്വീകരിക്കുന്നത്. ഈ താഴെ പറയുന്നതിൽ നോട്ട് എ റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണമല്ലാത്തത് എന്നുള്ളതാണ്. ആക്ടിനും ബൈലോയ്ക്കും റൂളിനും എതിരെ പ്രവർത്തിക്കുന്നു. ദെൻ അതെല്ലാം സൂപ്പർ സെഷന് കാരണമാകുന്ന. എന്നാൽ ഇതിനകത്ത് ഏതാണ്? നോക്കിക്കേ, വിൽഫുൾ ഡിസൊബീഡിയൻസ് ഓൺ ദി എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ്. പിന്നെ മനഃപൂർവ്വം സെക്ഷൻ 76 പ്രകാരം 77 പ്രകാരം ഓർഡർ കൊടുത്തിട്ടും അത് നടപ്പിലാക്കാതെ വരുന്നത്. എ സ്റ്റെയിൽമേറ്റ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഫങ്ഷൻ ഓഫ് ദ സൊസൈറ്റി. ഏതാണ് വരുന്നത്? എ സ്റ്റെയിൽമേറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ദ ഫങ്ഷൻ ഓഫ് ദ സൊസൈറ്റി. ഇതാണ് വരുന്നത്. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. 2-3 ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. The transferring of fund or releasing or leasing of assets for cooperative society to its subsidiary institutions shall be made with prior approval. അതായത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് പറഞ്ഞത്? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം അല്ലെങ്കിൽ അസറ്റ് ലീസിന് കൊടുക്കണം കോപ്പറേറ്റീവ് സൊസൈറ്റിയത്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ്, ആരുടെ പ്രയർ അപ്രൂവൽ വാങ്ങിക്കണം? എവിടെ? പ്രയർ അപ്രൂവൽ ബേസ്ഡ് ഓൺ ദ റെസൊല്യൂഷൻ പാസ്ഡ്. എവിടെ റെസൊല്യൂഷൻ പാസ്സാക്കണം എന്നുള്ളതാണ്. ഈ റെസൊല്യൂഷൻ പാസ്സാക്കുന്ന എവിടെയാണ്? നമ്മൾ ജനറൽ ബോഡിയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രയർ അപ്രൂവൽ വാങ്ങി ജനറൽ ബോഡിയിൽ, ഭരണസമിതിയിലല്ല, മാനേജിങ് കമ്മിറ്റിയിലല്ല, ജനറൽ ബോഡിയിൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ദെൻ അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ട്രാൻസ്ഫറിങ് of fund or leasing of assets of a cooperative society to its subsidiary institutions shall be made with the prior approval of government അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ജനറൽ ബോഡി. പിന്നെ റെസൊല്യൂഷൻ പാസ്ഡ് ഇൻ ജനറൽ ബോഡി റെസൊല്യൂഷൻ പാസ്സാക്കണം, ഗവൺമെൻറ് പ്രയർ അപ്രൂവൽ വാങ്ങണം. ഓക്കെ.